യാത്രകൾ നമ്മൾ സന്തോഷത്തിന് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ യാത്രകൾ പലപ്പോഴും ചരിത്രങ്ങളുടേത് കൂടിയാണ് എന്നുള്ളത് നമ്മൾ പല സമയങ്ങളിലും മറന്നു പോകാറുണ്ട്. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്, നമ്മൾ പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. പക്ഷേ ഇടയ്ക്കുള്ള യാത്രകൾ നമ്മുടെ ചരിത്രത്തിലേക്കും കൂടെ വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ടാവും. ഞാനിപ്പോൾ ഈ സമന്നർ മല എന്ന് പറയുന്ന ഈ സ്ഥലത്ത് തേടി പിടിച്ച് ഇവിടെ എത്തി. ഈ സ്ഥലത്തേക്ക് അങ്ങനെ അധികം ആരും വരാറില്ല, അധികം ആർക്കും അറിയാവുന്ന ഒരു പ്ലേസും അല്ല ഇത്. അപ്പോൾ പക്ഷേ ഈ സ്ഥലം നമ്മൾ അന്വേഷിച്ച് ഇവിടെ എത്തിയതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നിങ്ങൾ ഈ കാണുന്നത് വട്ടെഴുത്താണ് കേട്ടോ. വളരെ പ്രാചീനമായിട്ടുള്ള എഴുത്തുകളിൽ ഒന്നായിട്ടുള്ള വട്ടെഴുത്താണ് ഈ കാണുന്നത്. ഇതിനകത്തു നിന്നാണ് നമ്മുടെ മലയാളവും തമിഴും കന്നഡയും ഒക്കെ ഉണ്ടായതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്കൊരു ചെറിയൊരു കൊത്തുപണി കാണാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, അത് ആ മനുഷ്യൻ്റെ തലയ്ക്ക് മീതെ 5 തലയുള്ള ഒരു പാമ്പ് നിൽക്കുന്നതായിട്ടാണ് ഈ ചിത്രം കാണിച്ചിരിക്കുന്നത്. ഇത് മഹാവിഷ്ണു ആണ് എന്ന് പറയുന്നതും ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മഹാവിഷ്ണുവിനെയാണ് ഈ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നതെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീബുദ്ധനല്ല, ശ്രീബുദ്ധൻ്റെ വഴിയിൽ വഴിപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അതായത് ബുദ്ധ സന്യാസിമാർ, ബുദ്ധൻ്റെ വഴി പിൻപറ്റി വന്ന സന്യാസിമാരാണ് ഈ കുട, അതായത് അവർക്ക് തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഒരു കുടയുണ്ടാവും. ഈ ഒരു പോസിലായിരിക്കും അവരുടെ ഇരിപ്പും. അപ്പോൾ അത് ബുദ്ധ സന്യാസിമാരാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മുകളിൽ ഒരു 5 തലയുള്ള പാമ്പുണ്ട്. ഈ ഇദ്ദേഹത്തിൻ്റെ തോളിൽ ഇരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ശില ഉള്ളത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിനകത്ത് പൂർണ്ണ നഗ്നനായിട്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. ഈ സ്ഥലം അറിയപ്പെടുന്നത്, ഈ മല അറിയപ്പെടുന്നത് സമനർ മല എന്നാണ്. പക്ഷേ ചിലർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമനർ മല അല്ല, അമണർ മല. അമണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയില്ലാത്ത, ഡ്രസ്സ് ചെയ്യാത്ത ആൾക്കാർ എന്നാണ് എനിക്ക് പറഞ്ഞ് മനസ്സിലായിട്ടുള്ള അറിവ്. അവർ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം. ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു പഴയ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രത്തിൻ്റെ തൂണോ എന്തോ ആണ്. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ഇതുണ്ടല്ലേ, ബുദ്ധ ക്ഷേത്രമോ അങ്ങനെ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. അതിലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഈ കല്ലിന് തന്നെ കെട്ടിപ്പൊക്കിയിരിക്കുന്നതാണ്. എന്ത് വെച്ച് അവരിങ്ങനെ ഈ കല്ല് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുത്തു നോക്കേ. ഒരു കല്ലിൻ്റെ സൈസ് കണ്ടില്ലേ, മറ്റേ നമ്മൾ പിരമിഡ്സിനൊക്കെ കാണുന്നത് പോലെ അത്രയും വലിപ്പമുള്ള പാറ കല്ലുകൾ. 500 കൊല്ലത്തിക്ക് ശേഷമാണ് ഇത് വന്നത്. അപ്പോൾ ഇത് അങ്ങനെ വന്ന് എൻ്റെ അഭിപ്രായം, ഇപ്പം എനിക്ക് തന്നെ ഒരു 54 വയസ്സാകുന്നു. ഞാൻ ചൈൽഡ്ഹുഡ്, എൻ്റെ വീടിൻ്റെ ഇതാണ്. ഇതിൻ്റെ താഴെയുള്ള ഈ അമ്പലം വന്നിട്ട് കൃഷ്ണൻ്റെ ടെമ്പിളാണ്. കൃഷ്ണൻ്റെ ടെമ്പിൾക്ക് வந்து அதை ப்ரொடெக்ட் செய்யான்னு வேண்டி கிருஷ்ணனுக்கு வந்து காவல் தெய்வம் வந்து அதை கருப்புன்னு பறையும் சொல்லுவாங்க. அந்த மலை கருப்பு தானே கிருஷ்ணன் பகவான் கிருஷ்ணனை காட்டிலும் கூடுதல் பிராதானியம், இது கூடுதல் இவட மக்கள் வந்து பூஜிக்கிறது வந்து கருப்பான். ഈ കറുപ്പുക്ക് വന്ന് ഇവർ ഈ വില്ലേജ് ഉണ്ടല്ലേ, ഈ വില്ലേജ് വന്ന് ഇത് പേര് കീലക്കുയിൽക്കുടി. അപ്പുറത്തുള്ള ആ ഗ്രാമം അത് വടിവേൽക്കര. ഈ രണ്ട് വില്ലേജിന്റെ ആൾക്കാരുമാണ് ഇത് ഈ കോയിലൊക്കെ ഉണ്ടാക്കി പണ്ടത്ത് ഇதை வச்சு அது டெம்பிள் ஆக்கி வச்சிട്ടുണ്ട്. ഈ മലയ്ക്കിന്റെ പേര് സമണർ മല. ஆனால் ஆக்சுவலாக സമണർ മല ഇല്ല, അമണർ. അതായത് എന്താണ്, വിത്തൗട്ട് ഡ്രസ്സിൽ ആ ശില്പങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? അത് എല്ലാമേ വിത്തൗട്ട് ഡ്രസ്സിൽ തന്നെ ഉണ്ടാകും. ശ്രദ്ധിച്ചിരുന്നു, വിത്തൗട്ട് ഡ്രസ്സിൽ തന്നെ ഉണ്ടാകും അമണർ. ഞാൻ പണ്ടത്തെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഇരുന്നിട്ട് നേക്കൂടായിട്ട് ഏർലി മോർണിംഗ് അങ്ങനെയൊക്കെ വന്ന് ഈ ബുദ്ധയുടെ ശിലയും താളവിട ഒരു ഇതുണ്ട്, ഒരു കേവ് ഉണ്ട്. അതിലും புத்தாவுடைய இது உண்டு. இதுக்கு என்ன அர்த்தம்? இது வந்து கிருஷ்ணனுடைய, இது வந்து பகவான் கிருஷ்ணனுடைய இதானு. அது இப்ப நான் வந்து சிவன் நாமம் போடுறது, நான் வந்துட்டு അതന്നെ ആ നാമത്തെ வந்து അവർ അങ്ങനെ വയ്ക്കും. ഇതാണ് നമ്മൾ ബുദ്ധ വിഹാരത്തിലേക്ക് അല്ലെങ്കിൽ പഴയ ബുദ്ധ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി. ഇവിടെയാണ് നമുക്ക് ആ
കേവ് ഉള്ളത്, അതായത് ഒരു ഗുഹ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. അത് ഉള്ളത് ഇതായി ഈ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഗുഹയ്ക്കകത്തോട്ട് വന്നതാണ് കേട്ടോ. ഗുഹയ്ക്കകത്തേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് മുകളിൽ ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം കൊത്തി വെച്ചിരിക്കുകയാണ്. ഇത് ബുദ്ധക്ഷേത്രമായിരുന്നു എന്നാണ് പറയുന്നത്. ബുദ്ധനെ ആരാധിച്ചിരുന്ന ക്ഷേത്രമായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ എല്ലാം ഈ വട്ടെഴുത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വട്ടെഴുത്ത് മൊഴിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ. കുറേയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. അത് അത്രയും ഭാഗം നല്ല രീതിയിലൊരു പ്രത്യേക രീതിയിൽ കർവ് ചെയ്തിട്ടുണ്ട് അവർ. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു അത്രയും ഭാഗത്തെ സംഭവങ്ങൾ ആ പാറ മൊത്തം അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് പിന്നെയാണ് ഈ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമല്ലേ ഇത് കാണാൻ? വാവ്. ഇവിടെ വേറൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ബുദ്ധ ഇത്, അതായത് ഇവിടെ വന്നിട്ട് ഇതുവരെ ഞാൻ കണ്ടതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധൻ്റെ കൊത്തുപണി പണിഞ്ഞിരിക്കുന്നത് ഇതാ ഇവിടെയാണ് കേട്ടോ. ഞാൻ നിൽക്കുന്ന ഇടം നിങ്ങൾ കണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നത്. ഇത് കണ്ടോ, പൊള്ളിയാണേ. ഇതൊരു ഗുഹയാണത്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗുഹയാണത്. വെട്ട ഒരുപാട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. തിരിച്ച് ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ഇത്രയും വലിയ ഗുഹയ്ക്കകത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അല്ലേ. പൊളിയൊരു സ്ഥലം. നിങ്ങളെല്ലാവരും ഇവിടെ എല്ലാ ദിവസവും വന്നിരിക്കാറുണ്ടല്ലേ? എന്നേക്കുമേ നിങ്ങൾ இப்படி இங்கே தான் வந்து உட்காருவேன் இல்லையா? காலேஜ் கட் பண்ணிக்கிட்டு அப்படியே வந்து உட்காருவேன். சும்மா சோஷியலாக பேசுங்க. இல்லை ப்ரோ, அதெல்லாம் நாங்கள் நேற்று பேசணும் இல்லையா, அதே மாதிரியே பேசுங்க. நிறைய கவிதை நோட்டின் போட்டு எழுதியா, அதில் நடுப்பக்கம் தெளிவு வச்சு நான் கண்டுபிடிச்சு விட்டேன். உன்கிட்ட பேசுனதுக்கெல்லாம் சாரி, நம்ம ஃப்ரெண்ட்ஸாக இருப்போம்னு சொல்லிட்டு அதுக்கு தனியாக ஒரு டெய்ரி மில்க் வாங்கிருக்கியா? நிறையவே இருக்கு இதுல. பாட்டு கிளாஸ் இதுல கவிதை பாருங்க, வீடியோ மென்ஷன் பண்ணி வருது எழுதிட்டேன் பாருங்களேன். தூண்டில் சிக்கிய மீனும் காதலில் சிக்கிய ஆணும் துடிப்பது நிச்சயம். இந்த வீடியோ உங்க பேரண்ட்ஸ் பார்க்கணும், பார்த்து சப்ஸ்கிரைப் பண்ணணும். நோட்டுமா அந்த பிள்ளை காட்டியா ப்ரோ, இந்த வாய்ஸை கட் பண்ணிருங்க. பேர் சொன்ன நேம் ப்ரோ கேஸ் அதிகமாக இருப்பதால் மறந்து இருப்பேன் என்று நினைக்காது. மரணமே வந்தாலும் மறக்க மாட்டேன் உன்னையும் உன் நினைவுகளையும். இப்போதைக்கு பீடி. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ഗോവിന്ദ് അല്ല, ഇതിൻ്റെ ഇടത്തോടെ പേര് സിത്തനവാസൽ. ആ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സിത്തനവാസലിൽ പാർക്കിലാണ് കേട്ടോ. പാർക്കിൽ നിൽക്കുമ്പോഴത്തേക്ക് അത് പാർക്കിന് വെളിയിൽ വെച്ച് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. എന്തായിരുന്നു പേരെന്തായിരുന്നു? ഗോവിന്ദ് എന്നാണ് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ സ്ഥലം എന്നെ ചുറ്റി കാണിക്കാനും എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ ക്യാമറ വർക്കൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ ഈ ട്രാവലിന് ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ ഗോവിന്ദ്. ഇല്ലേ ഗോവിന്ദ്? ഇത് കണ്ടില്ലേ, ഒരു സിംഹാസനം പോലൊരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് രാജാവിനെ പോലെ ഒരാളൊക്കെ നിൽപ്പുണ്ട്. ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. എന്തോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തമിഴിൽ എന്നെ சொல்லும் ലോട്ടസ്ക്ക് താമര. ഞങ്ങൾ താമര. അപ്പോൾ അതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ കയറുമ്പോൾ ഇതുപോലെ, അതായത് അവിടുത്തെ കുളത്തിനകത്ത് നമുക്ക് ഇതുപോലൊരു താമര കാണാൻ പറ്റും. അതിനകത്ത് വെള്ളവും ഉണ്ടാവും, നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും. അതേ സെയിം സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷേ ഇതിനകത്ത് വെള്ളം ഇല്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ മല കയറാനായിട്ട് ഇതിൻ്റെ മലയുടെ പേരെന്നെ സിത്തനവാസൽ. അപ്പോൾ സമണർ പടുക്കൈ. ഓക്കെ, സിത്തനവാസൽ സമണർ പടുക്കയിൽ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യം നമ്മളൊരു പാസ് എടുക്കണം. അത് ഇങ്ങോട്ട് എൻട്രൻസ് പാസ്, അത് 10 രൂപയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സമണർ പടുക്കൈ കയറാനായിട്ട്, അതായത് ഈ മല കയറാനായിട്ട് നമുക്ക് പാസ് എടുക്കേണ്ടതുണ്ട്. 25 രൂപയാണ് കേട്ടോ ഒരു പാസിൻ്റെ വില. അപ്പോൾ 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാസ് കിട്ടും. ഞാനും ഗോവിന്ദും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർ കൂടെ പാസ് എടുത്ത് 50 രൂപയായി കേട്ടോ. ഗോവിന്ദാണ് ഇതിന് പൈസ കൊടുത്തത്. അപ്പോൾ ഞങ്ങളിങ്ങനെ മല കയറാനായിട്ട് തുടങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി മുമ്പോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ബുദ്ധിസ്റ്റുകളൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണത്. അപ്പോൾ അതിൻ്റെ തനിമയൊന്നും ഒട്ടും ചോരാതെ തന്നെ അതുപോലെ തന്നെ നിൽപ്പുണ്ടത്. നമുക്കൊന്ന് അടുത്തേക്ക് പോയി നോക്കാം.
അപ്പോൾ അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടത്. ആ കരച്ചിൽ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ മയിലിൻ്റെ കരച്ചിലാണ് കേട്ടോ. ഇവിടെ എവിടെയോ മയിലിരിപ്പുണ്ട്, അതിൻ്റെ കരച്ചിലാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. അതുകൊണ്ട് ഈ കാണുന്നതാണ് ബുദ്ധൻ അല്ലെങ്കിൽ ബുദ്ധ സന്യാസിമാർ സമണറുകളെല്ലാം താമസിച്ചിരുന്ന സ്ഥലം. ഹായ് ഗൈസ്, നമുക്ക് ഇതിനുള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗം വരെ നമുക്ക് ക്യാമറ കൊണ്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഇതാണ് കേട്ടോ ജെയിൻസ് താമസിച്ചിരുന്ന ബുദ്ധ കേന്ദ്രമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. അതായത് അവരിവിടെ ആയിരുന്നു അവരുടെ മെഡിറ്റേഷൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമണർ പടുക്കയിലേക്കാണ് കേട്ടോ നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ല. ക്യാമറ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി വരുമ്പം വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇച്ചിരി റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാനിപ്പോൾ എന്തായാലും ഈ ക്യാമറ കൊണ്ട് കയറുകയാണ്. ക്യാമറയല്ല, ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഫോൺ കൊണ്ട് കയറുകയാണ്. നമ്മൾ സമണർ പടുക്കയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. വളരെ ഇടുങ്ങിയതും കുറച്ച് റിസ്ക്കിയുമായിട്ടുള്ള വഴിയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ താഴത്തെ താഴ്ചയുണ്ട്, നല്ല താഴ്ചയാണ്. ഈ സൈഡിലൂടെ നടന്ന് വേണം നമ്മൾ ഈ സമണർ പടുക്കയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അവിടെ ഒരു കവാടം പോലൊരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ ക്യാമറ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഡിലീറ്റ് ചെയ്യുന്നു, ഇതിനകത്ത് കിടക്കുന്ന വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ വീഡിയോ എടുക്കണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടിട്ടും ഇത് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനൊരു സംഭവം ഉള്ളത് ആൾക്കാർ അറിയണം എന്നുള്ളത് കൊണ്ടിട്ട് ഞാൻ ഇച്ചിരി റിസ്ക് എടുത്ത് ചെയ്യുക. ചെറുതായിട്ട് പുതുക്കി പണിഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു തൂണ് പോലെയും ഒരു കതക് പോലെയും. ഈ കഥകൊക്കെ ഇപ്പോൾ ഇട്ടതാണ്. പഴയ കഥകളൊക്കെ മാറ്റി കളഞ്ഞിട്ട് പുതിയ കഥക് ഇട്ടേക്കുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഹായ്, അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം നമ്മുടെ വീഡിയോയിൽ കുറച്ച് കണ്ടൻറ്റ് കുറവുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ട വീഡിയോ വെച്ചിട്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും പ്ലാൻ ചെയ്തല്ല ഞാനിവിടെ വന്നത്. കുറേ കൂടെ കിടിലുമായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ടിട്ട് എനിക്ക് വീഡിയോ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് ഭംഗിയാക്കാൻ പറ്റിയിട്ടില്ല. സോ ആ ഒരു കുറവ് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഒരു കുറവ് നികത്തുന്നതായിരിക്കും കേട്ടോ. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു കിടിലൊരു ഫിഷിംഗ് വീഡിയോയോ അല്ലെങ്കിൽ കിടിലൊരു ട്രാവൽ സ്പോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ലൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഔട്ട് കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. ബൈ.